ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്നത്തെ വീഡിയോ മുതിര അല്ലെങ്കിൽ കുലത്തയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. മുതിര നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വളരെയധികം പ്രയോജനം തരുന്ന ഒരു ഔഷധം തന്നെയാണ്. അതായത് പുറമേ പുരട്ടുന്നത് മൂലം ഇത് നീര് പോലുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാൻ വളരെ പ്രയോജനകരമാണ്. അതായത് വീണിട്ടുണ്ടാവുന്ന മുട്ടൊക്കെ ഇടിച്ച് വീണിട്ടുണ്ടാവുന്ന ഹെമറ്റോമ പോലത്തുള്ള രക്തം കട്ട പിടിച്ച് കിടക്കുന്ന കണക്കത്തുള്ള നീരുകൾ മാറിക്കിട്ടാനായിട്ട് നമുക്ക് മുതിരയുടെ പ്രയോഗം വളരെ പ്രയോജനകരമാണ്. മുതിര നമ്മൾ പൊടിച്ചതിന് ശേഷം നമുക്ക് അല്പം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഇതൊരു പേസ്റ്റ് ആക്കിയതിന് ശേഷം നീരുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ ഇത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് അത് വാഷ് ചെയ്ത് കളയുന്നത് വളരെ ഫലപ്രദമാണ്. നീര് വലിയാനും അതുപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന വേദന കുറയാനും ഒക്കെ വളരെ ഫലപ്രദമാണ്. ഇതുപോലെ മുതിരയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറമേ ഉള്ള ആപ്ലിക്കേഷൻ. ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്പ്രെയിൻ പോലുള്ള കണ്ടീഷൻസിലും മുതിര അരച്ച് പുരട്ടുന്നത് നല്ലൊരു ഹോം റെമഡിയാണ്. നീര് വലിയാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് മുതിര അരച്ച് പുരട്ടുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് കാലിലൊക്കെ വരുന്ന സ്വെല്ലിങ് മാറാനും, അതായത് നീർക്കെട്ട് മാറിക്കിട്ടാനും, കയ്യിലൊക്കെ വരുന്ന നീർക്കെട്ട് മാറിക്കിട്ടാനും, ഫ്രോസൺ ഷോൾഡർ പോലുള്ള കണ്ടീഷൻസിൽ ഒക്കെ നമുക്ക് ഈ മുതിരയുടെ ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. ഇത് നീര് വലിയാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് മുതിര. അതുപോലെ തന്നെ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ കാലിലൊക്കെ നീര് വരുന്നത്, അധിക സമയം ഈ നീരിങ്ങനെ കാലിൽ കെട്ടുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ അത് മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ മുതിര അരിച്ച് പുരട്ടുന്നത് വളരെ ഫലപ്രദമായിരിക്കും. നമുക്ക് മുതിര ഉള്ളി കഴിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് നോക്കാം. മുതിര ഉള്ളി കഴിക്കുന്നത് മൂലം ഇത് ഉഷ്ണവീര്യമുള്ള ഒരു ഔഷധമായതുകൊണ്ട് തന്നെ പീരീഡ്സ് ലേറ്റായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഇത് അമിനോറിയ പോലുള്ള പീരീഡ്സ് സ്കാൻഡി ആയിട്ട് വരുന്നതും അതുപോലെയുള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് പീരീഡ്സ് ലേറ്റായിട്ട് വരുന്ന കണ്ടീഷൻസിലെല്ലാം നമുക്ക് ഈ മുതിര കഷായം വെച്ച് കുടിക്കുന്നത് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. അതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ അനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മുതിര ഡാൽ കറി പോലെ ഉണ്ടാക്കി കഴിക്കുന്നത് അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ വളരെ ഫലപ്രദമാണ്. വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ റെഗുലേഷന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് മുതിര. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് മാറിക്കിട്ടാനും ഒക്കെ മുതിരയുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ സ്പേം കൗണ്ട് വർദ്ധിപ്പിക്കാനും മുതിരയുടെ ഉപയോഗം വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. ഈ മുതിര ആർക്കൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് നോക്കാം. ഇത് ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉള്ളവർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക്റ്റിസ് പോലെയുള്ള ഇഷ്യൂസ് ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തൊരു ഔഷധം തന്നെയാണ് മുതിര. ഇത് ഉഷ്ണവീര്യമായതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് വർദ്ധിക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് മുതിര കഴിക്കാൻ ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉള്ളവർ, അതുപോലെ തന്നെ ബ്ലീഡിങ് പൈൽസ് ഉള്ളവർ, അതായത് ബ്ലീഡിങ് രക്തസ്രാവം ഉള്ളവരൊക്കെ ഇത് കുറയ്ക്കേണ്ടതാണ്. അതുപോലെ ഒരുപാട് ബ്ലീഡിങ് പോകുന്ന പീരിയഡ്സിൽ ഒരുപാട് ബ്ലീഡിങ് പോകുന്നവരൊക്കെ ഇത് കുറയ്ക്കേണ്ടതാണ് ഇതിൻ്റെ ഉപയോഗം. പലതരം ആയുർവേദ മരുന്നുകളിൽ പ്രധാന ചേരുവയായിട്ടാണ് മുതിര അല്ലെങ്കിൽ കുലത്ത നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വളരെയധികം പ്രയോജനം തരുന്ന ഒരു ഔഷധം തന്നെയാണ്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.